നടന്നു കേട്ടോ. ആമേ, ഹൃദയത്തിനകത്തെ ആഗ്രഹമാ എന്നെങ്കിലും ഒന്ന് കുതിച്ചെഴുന്നേറ്റ് നടക്കണമെന്ന്. ഈ പകൽ എന്നെ ശ്രദ്ധിക്കുന്ന ചിലർ ആമേൻ ഇപ്രകാരം ഉള്ളത്തിൽ തീരുമാനിക്കുന്നുണ്ട്, ആത്മാവിൽ എനിക്കൊന്ന് കുതിച്ചെഴുന്നേറ്റൊന്ന് നടക്കണം. ആമേൻ, ആത്മാവിൽ എനിക്കൊന്ന് കുതിച്ചെഴുന്നേൽക്കണം. അപ്പാ ഹല്ലേലൂയ. പലപ്പോഴും ആത്മീകമായി മുടന്തുള്ള അനുഭവത്തില, ആത്മീകമായി ഒന്ന് ഉണരുവാൻ കഴിയാത്ത അനുഭവത്തില, ഉള്ളങ്ങളിൽ ആഗ്രഹമുണ്ടെങ്കിലും കൈക്കാലുകൾ ബന്ധിച്ച പോലെ ആമേൻ ഹല്ലേലൂയ പാടുവാൻ ആഗ്രഹമുണ്ട്, ഓടുവാൻ ആഗ്രഹമുണ്ട്, പറയാൻ ഇഷ്ടമുണ്ടെന്നേ, പക്ഷെ ഒന്നിട്ടും നടക്കുന്നില്ല. ആമേൻ ഹല്ലേലൂയ. ബന്ധിച്ചിരിക്കുന്ന, ശോഷിച്ചിരിക്കുന്ന ആമേൻ ജീവന്റെ തുടുപ്പുകളില്ലാത്ത മേഖലകളിൽ ഈ പകൽ സ്വർഗം ഉറ്റുനോക്കുന്നത് ഉള്ളങ്ങളിൽ വിശ്വാസം വ്യാപരിക്കുന്നുണ്ടോ എന്നാണ്. അങ്ങനെയുള്ള ഒന്നിനെ കാണുവാൻ അടിയേറ്റ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിട്ടും ആമേൻ ലുസ്രയോളം അവൻ മടങ്ങി വരികയാ. കാരണം എന്തെന്നറിയാമോ? ആമേൻ ലുസ്രയുടെ പട്ടണത്തെ ഇളക്കി മറയ്ക്കുവാൻ കാരണമായത് ആമേൻ പൗലോസിന്റെ ആമേൻ വാക്കുകളുടെ ശക്തിയല്ലായിരുന്നു. പിന്നെയോ മനസ്സുള്ള ഒരുവൻ ലുസ്രയുടെ ആമേൻ ഹല്ലേലൂയ പട്ടണത്തിൽ ഉണ്ടായപ്പോൾ ആ പട്ടണത്തെ സ്വർഗം ഇളക്കി മറിച്ചു എന്ന് നാം തുടർന്ന് വായിപ്പാനിടയാകുകയാണ്. എന്ന് പറഞ്ഞാൽ ലുസ്രയിൽ ആമേൻ ഒരു മുടന്തൻ ആമേൻ ഒത്തിരി ഉണ്ടായിരുന്നില്ല, ഒരുവൻ ആമേൻ മനസ്സുള്ള ഒരുവൻ ആമേൻ ആ പട്ടണത്തിൽ ഉണ്ടായപ്പോൾ ഒരു അത്ഭുത പ്രവൃത്തി അവിടെ സംഭവിച്ചുവെങ്കിൽ ഈ പകൽ കുഞ്ഞെ ആമേ തകർന്ന ജീവിതമേ, നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ ദൈവത്താൽ ആമേൻ ഹല്ലേലൂയ സകലതും സാധ്യമെന്നുള്ള ഒരു വിശ്വാസം ഭരിക്കുന്നുവെങ്കിൽ ചില ഉള്ളങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ കുടുംബത്തെ ആമേൻ തകർച്ചയുടെ വക്കിൽ നിന്ന് നാളുകളായി ബന്ധിച്ചിരിക്കുന്ന പൈശാചിക മേഖലകളിൽ നിന്ന് സ്വർഗം നിന്നെ ഉണർത്തുവാൻ അവൻ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്.